അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ അള്ളാഹിന് ഏറ്റവും വലിയ നിഅമത്ത് എന്താ പറയും? ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും വേണ്ടില്ല പറഞ്ഞോളി. അള്ളാഹിന് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അള്ളാഹിന് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? ഒരടിമക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഇന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ സംസാരിക്കണ്ട കേട്ടോ. നിങ്ങളിനോട് ഇംഗ്ലീഷ് പറയരുത്, മലയാളം പറയും. ഇന്നത്തെ ദിവസവുമായി സംസാരിക്കുക. അള്ളാഹിന് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അള്ളാഹിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് അടിമക്ക് അള്ളാഹുവിനെ കൃത്യവും ദൃഢവുമായി ബോധ്യപ്പെടുത്തി കൊടുക്കല. അതിനേക്കാൾ വലിയ നിഅമത്ത് ഒന്നുമില്ല. അതിനേക്കാൾ വലിയ നിഅമത്തില്ല. അതാണ് അല്ലദീന അൻഅംത അലൈഹിം. നിഅമത്ത് എന്ന് പലതും പറയും. പക്ഷെ ഒരു ഘട്ടത്തിലെ ഈ നിഅമത്തിന് അതാർത്ഥം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ അർത്ഥമല്ല പെടുത്തത്. തിരിഞ്ഞില്ല. നിങ്ങളുടെ നിഅമത്തുകളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നു പറഞ്ഞല്ലോ. അത് നീങ്ങിപ്പോകുന്ന നിഅമത്തുമാണ്, ദുന്യവിയായ നിഅമത്തുകളാണ്. ഉദാഹരണങ്ങൾക്ക് പൈസ കിട്ടി, വലിയ മുതലാളിയായി, വലിയ ലാഭം കിട്ടി, വലിയ മുതലുണ്ടായി. മനസ്സിലായോ പറഞ്ഞത്? തോട്ടം തൊടുക, അത് ഇത് കാറുബാറ് വണ്ടി കാര്യം, ഇതൊക്കെ നിഅമത്തുകളാണ്. മനസ്സിലായില്ല? ആ നിഅമത്തല്ല എവിടുത്തെ നിഅമത്ത്. നിഅമത്തുള്ള പോലെ അവലംബിച്ചോളി എന്ന് പറഞ്ഞ നിഅമത്ത്. അതുകൊണ്ട് രണ്ടാണ്. കുട്ടികൾ മനസ്സിലാക്കി പറഞ്ഞ് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം ഉണ്ടാവും അതിന്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിഅമത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവർ. മനസ്സിലായോ? ആ നിഅമത്തും സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ നിഅമത്ത് രണ്ടാണ്. ആ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ആ നിഅമത്ത്, ഈ കാണുന്ന അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ സീനത്തുകൾ, അതിനെ പറ്റിയാണ് അവിടെ നിഅമത്ത് പറഞ്ഞത്. സീനത്തൊരു നിഅമത്താണല്ലോ. നിഅമത്തുള്ളവരെ അവലംബിച്ചോളി എന്ന് പറഞ്ഞ നിഅമത്ത് അതല്ല. നിനക്ക് നല്ല 1 ലക്ഷം 2 ലക്ഷം റുപ്യ ശമ്പളമുണ്ട്, വലിയ കോളേജിൽ പ്രൊഫസറാണ്, 1.5 ലക്ഷം റുപ്യ ശമ്പളമുണ്ട്, ഹുസൈൻ മാഷ പോലത്തെ ഒരാൾ, അത് നിഅമത്താണ്. കേൾക്കി, അത് നിഅമത്താണ്. നിങ്ങൾ മൂപ്പരോട് കടം ചോദിക്കണ്ട. അതായത് മൂപ്പര് നിഅമത്തുള്ള ആളാണ്. നിങ്ങൾ കടം ചോദിക്കാൻ വേണ്ടി പറയല്ല, നിഅമത്തുള്ള ആളാണ്. ആ നിഅമത്ത് ഏത് നിഅമത്തല്ല? സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നല്ല. അങ്ങനെ കൂട്ട ഇനി വേറെ അർത്ഥം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏത്? സിറാത്തല്ലദീന അൻഅംത. ഓക്കെ, അതല്ല, മറ്റല്ല. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന നിഅമത്തും സിറാത്തല്ലദീന അൻഅംത അലൈഹിം രണ്ടാണ് കുട്ടികളെ. മനസ്സിലാകൊണ്ട് പറഞ്ഞത്. മറ്റത് ഈ ഭൗതിക സൗകര്യങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ വളരെ ചിന്തിക്കണം കേട്ടോ. ഭയങ്കര ചിന്തിക്കേണ്ട വിഷയമാണ്. ആ സൗകര്യങ്ങൾ ഉള്ള വ്യക്തി നന്നാവും ചെയ്യാം, മോശമാവും ചെയ്യാം. അവനെ അവലംബിക്കാൻ പറ്റൂല. ഇപ്പോൾ നല്ല നിഅമത്തുള്ള ഒരാളാണ് അംബാനി. ഈ വ്യക്തിയെ ഒരു മതപരമായ കാര്യത്തിൽ അവലംബിക്കാൻ പറ്റും? പറയും മനുഷ്യന്മാര്. ലോകത്തെ ഏറ്റവും കൂടുതൽ നിഅമത്തുള്ള ഒരാളാണ് റൊണാൾഡ് ട്രംപ്. അയാൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ കയറിയ ആളാണോ? അല്ല. ഞാൻ ചില കൂട്ടിക്കളാണ്. ഞാൻ ജാതിയൊക്കെ അതിൻ്റെ താഴേക്കുള്ളത് ഞാൻ എൻ്റെ നാട്ടിലുണ്ടാവും. ഓനെ പറ്റി പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. ട്രംപിനെ പറ്റി പറഞ്ഞാൽ ആരും പ്രശ്നം ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ട്രംപിലേക്ക് പാഞ്ഞു. ട്രംപിൻ്റെ കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ല, പാർട്ടിക്കാരും ഇല്ല. മറ്റൊക്കെ പാർട്ടിക്കാർ വരും. എന്താ നമ്മളാളെ പറ്റി പറഞ്ഞു? പ്രശ്നം വേണ്ട. ബഹുമാനപ്പെട്ട ട്രംപിലേക്ക് പോകും. ട്രംപിന് ഇവിടെ പാർട്ടിക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങൾ പടച്ചോൻ ചെയ്തു കൊടുത്ത ഒരാളാണല്ലോ ഈ റൊണാൾഡ് ട്രംപ്. പറയും മനുഷ്യന്മാർ, അല്ലേ? ആണ്. ഈ വ്യക്തിയെ നമ്മൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്തവരെ അവലംബിച്ചോളൂ. ആ നിഅമത്തിൽ അയാൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ഇത് യഥാർത്ഥ നിഅമത്തല്ല. ഏത്?
അതന്നെ അതായത് ട്രംപിനെ പോലത്തെ ആളുകളും ഇപ്പം നമ്മളെ ഞാനടക്കം ഞാനൊക്കെ ഞാമത്തുള്ള ആൾ തന്നെയല്ലേ, നമുക്ക് വേണ്ടൊക്കെ അള്ളാഹു തആല തന്നിട്ടല്ലേ. ഈ ഞാമത്തുകളൊന്നും എന്തല്ല, ഒരു യഥാർത്ഥ ഞാമത്തല്ല. ലൗകാനത്തി ദുനിയ കുല്ലുഹാ ഇൻദല്ലാഹി തസിനു ഇൻദല്ലാഹി ജനാഹ ബഊള. ഒരു കൊതുകിൻ്റെ ഒരു ചിറകിൻ്റെ വില ഈ ദുനിയാവിന് മുഴുവനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ ഷുർബത്ത മാഇൻ, ഒരു ഇറുക്ക് വെള്ളം, ഒരു കവിളിറക്ക് വെള്ളം കാഫിറിന് കിട്ടൂല. ലൗകാനത്തി ദുനിയ കുല്ലുഹാ, ഇത് ചോളി പറഞ്ഞിട്ടുണ്ട്, ഇത് ചോളി മോളെ. ലൗകാനത്തി ദുനിയ കുല്ലുഹാ ഇൻദല്ലാഹി ജനാഹ ബഊള മാ സഖാ കാഫിറൻ ഷുർബത്ത മാ. ഷുർബത്ത് മാ എന്ന് പറഞ്ഞാൽ ഒരു കവിള് വെള്ളം, ഒരു കുടി വെള്ളം, ഒരു കവിള് വെള്ളം പോലും കാഫിറിന് കിട്ടൂല, പടച്ചോൻ കൊടുക്കൂല. അങ്ങനെ പടച്ചോൻ നിഷേധിച്ചവനാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഈ ദുനിയാവിനെല്ലാം കൂടി അല്ലാഹു തആല എന്ത് കണക്കാക്കിയിട്ടില്ല? കൊതുകിന്റെ ഒരു ചിറക്, ജനാഹൈ ബഊളയല്ല, ജനാഹ ബഊള. ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വില തസിനു ഇൻദല്ലാഹി ജനാഹ ബഊള. ഈ ദുനിയാവിലെ മൊത്തം മുതൽ ഈ സമ്പത്ത് ഇതെല്ലാം തസിനു അള്ളാന്റെ അടുക്കൽ തൂങ്ങുകയാണെങ്കിൽ, ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ കനമെങ്കിലും തൂങ്ങിയായിരുന്നെങ്കിൽ അല്ലാഹു തആല സത്യനിഷേധിക്ക് ഒരു ഇറക്ക് കവിളിറക്ക് വെള്ളം പോലും കൊടുക്കൂല. ഇത് സത്യല്ലേ? അപ്പൊ ഈ ദുനിയാവാകെ അല്ലാഹു തആല എന്ത് വില വെച്ചിട്ടില്ല? ഒരു കൊതുകിന് ഈ ദുനിയാവാകെ. പിന്നെ അങ്ങനെ അത് അവലംബിക്കാവുന്ന നിഅമത്താവുക? അതെന്നെ എന്താ ഈമാൻ? ഇത് രണ്ടും കൂടി ഒന്ന് പറയാ. ഓട്ടോറിക്ഷക്കാരനോ എൻ്റെ പുതിയാപ്പിളി രണ്ടു വന്നാളാണെങ്കിൽ ഈമാൻ തന്നെയാടാ യക്കീൻ തന്നെയാടാ ഈമാൻ. അപ്പൊ പിന്നെ നമ്മൾക്കോ എല്ലാവരും തേങ്ങ ഉടക്കുമ്പോൾ ഞാൻ ചിരട്ട ഉടക്കട്ടെ, എനിക്ക് ഈമാൻ ഉണ്ടെന്ന് ഇജ്ജ് എങ്ങനെ ഉറപ്പിക്കുക? ഈമാൻ എന്നാൽ എന്താണ്? യക്കീനാണ്. അത് അല്ലാഹു ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിൻ്റെ പൂർണ്ണതയാണ്. ഞാൻ യക്കീനിൽ പല കാറ്റഗറി ഉണ്ടാവും. യക്കീനിലുണ്ടാകും കാറ്റഗറി. അതിൽ ഏറ്റവും വലിയ കാറ്റഗറി മുസ്തഫ നബിയാണ്. അതുകൊണ്ടാണ് കാന അഅബദന്നാസി, ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹ് കൊതിങ്ങിയാൽ മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? ഒരാൾക്കും അറിയാത്ത നബിക്കറിയും യക്കീനാണ്. ഇത് ഡേറ്റാസ് അല്ല, അത് പറഞ്ഞാൽ തീരൂ. പറയാൻ നമുക്ക് പറ്റൂല, നമുക്കറിയില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതൊരു കാവൽ, ഒരു നിറവാണ്. അതിനെ നമ്മൾ അറിവ് എന്നല്ല പറയണ്ട്, അത് നിറവാണ്, അതൊരു നിറവാണ്. അപ്പം നമ്മൾ ഇതിനൊന്നും അവലംബിക്കണം. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? അപ്പം ഈ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മനസ്സിലായിക്കോളി. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അതിപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടിയെന്ന് ഉറപ്പില്ല. കാരണം ഇപ്പോഴും നമുക്കത് കിട്ടിയെന്ന് ഉറപ്പില്ല. ഈ മനസ്സിലാകലാണ് കുട്ടിയെ, മനസ്സിലാക്കലല്ല. എൻ്റെ കുഞ്ഞു മോനെ, അവിടെ ഈ മുതഅദ്ദിയായ ഫീലിനെ കൊണ്ടുവരുത്, ലാസിമായ ഫീലിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലാക്കലല്ല, മനസ്സിലാക്കൽ നടക്കൂല, അത് നടക്കൂല. അതെ, അനുഭവിച്ചങ്ങോട്ട് അറിയുക. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർട്ടനിൻ്റെ മുന്നിൽ ടിക്കറ്റ് കൊടുത്ത് വന്നു, ഹേമമാലിന്യൻ്റെ ഡാൻസ് നടക്കുകയാണ്. ഉദാഹരണം മനസ്സിലാണ് ഉദാഹരണം. ഞാൻ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനോടുകൂടെ ഈ ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയുള്ള വ്യക്തിയാണ്. അങ്ങനെ കണക്കായിക്കളി. എനിക്ക് എല്ലാത്തിനെ കുറിച്ച് ധാരണയുണ്ട്. ഒരു MLA ഒരിക്കൽ മൂല്യന്മാർക്ക് സാഹിത്യം, കല, സിനിമ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൽപ്പറ്റ പ്രസംഗിച്ചു. സമ്മേളനം നടക്കും, സാംസ്കാരിക സമ്മേളനം. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖിനോട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്.
അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ഞാൻ എൻ്റെ പഠനമാണ് എല്ലാം. എനിക്ക് 50 കൊല്ലത്തിനുള്ളിൽ മലയാളക്കരയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ലോകത്ത് നടക്കുന്ന എല്ലാ ഏകദേശ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. അപ്പോൾ അക്കോലത്തിൽ കൂട്ടിയാൽ മതി നിങ്ങൾ ആ കാര്യം ഞാൻ പറയാം. അപ്പോൾ അതന്നെ ഇത് ഇന്ന ഒരാൾ മനസ്സിലായില്ലേ. പിന്നെ കല എന്താ പറയുക, അവരുടെ ഒരു ഡാൻസ് നടക്കുന്നിടത്ത് നീ എന്ത് ചെയ്തു? അനക്ക് ചെയ്യാവുന്ന എന്താ? ടിക്കറ്റ് എടുത്ത് വന്ന് കസേരയിലിരിക്കുക, അത്രയല്ലേ ഉള്ളൂ. യാ പഠിച്ചോനെ, നിനക്ക് ഇനിയിപ്പോൾ മൂപ്പര് നീ 10 പേർക്ക് ഇറക്കൂട്ടോ, നീ ഒരു കൂട്ടർ ഇവിടെ 10 പേർക്കും ഡാൻസ് വരെ ഹലാലാക്കി. കുറച്ച് മന്തൂസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അന്തംഗമ്യല്ല, അല്ലാഹു തആല അന്തള്ള നാട്ടിൽ കൂടി ബസ്സിൽ വരെ പോകാത്ത മൂല്യന്മാരുണ്ട്. ഒലിഞ്ഞിപ്പത്തിനാണ് പറയാ, അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഓലെ ലിസ്റ്റിൽ തന്നെ ഞാൻ ഒഴിവാക്കി. ഓൽക്കൊന്നും ഞാൻ മറുപടി തന്നെ അറിയില്ല, ലിസ്റ്റില്ലാത്തതാണ് മറുപടി അറിയാത്ത. കാരണം ഓലിക്ക് ലിസ്റ്റ് ഓലെ നമ്മൾ മറുപടി പറഞ്ഞാൽ നമ്മൾ വീട്ടിലാവും, ഓർക്ക് മറുപടി ചെയ്യാൻ പാടില്ല. അത്രയും ആയിരത്തി നിങ്ങൾ തിരിച്ചു വരും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങളൊക്കെ 19 കോളേജ് ലെക്ചർമാർ, പ്രൊഫസർമാർ, ഉദ്യോഗസ്ഥന്മാർ, അങ്ങനത്തെ ആളുകൾ, വലിയ വലിയ ജോലിക്കാർ, ഇവരൊക്കെയാണല്ലോ ഇപ്പോൾ ഇരിക്കണതിൽ വലിയൊരു ശതമാനം. നിങ്ങൾ വലിയ വലിയ IT പ്രൊഫഷണലുകൾ, അതാണ് ഇപ്പം ഈ രാവിലെ ക്ലാസ്സിന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ പറ്റി മനസ്സിലാക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളെ ചങ്ങായിമാരൊക്കെ ഡാൻസ് കാണാൻ പോണവരല്ലേ. അപ്പം അതിനെക്കുറിച്ച് ധാരണ നിങ്ങളെ മനസ്സിലുണ്ടല്ലോ. ഈ ഡാൻസ് കാണാൻ പോകുന്ന വ്യക്തിക്ക് എന്താ ചെയ്യാനുള്ളത്? ഡാൻസ് കാണാൻ പോവുക, ഓനെന്താ ചെയ്യാനുള്ളത്? ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അനുവദിക്കപ്പെട്ട സീറ്റിൽ ഇരിക്കുക, ബസ്, അത്രയല്ലേ ഉള്ളൂ. കർട്ടൻ ചാണോ പൊക്കണ്, ഡാൻസ് ചാണോ നടത്തുന്നത്, അത്ര കഴിഞ്ഞു. ഈ വേള അവസാനിച്ചു. ഇജ് കർട്ടൻ പൊക്കിയതുകൊണ്ട് വല്ലതും കാണും, എന്നെ പിടിച്ച് പുറത്താക്കും. എനിക്ക് പ്രവേശനമില്ല. കർട്ടൻ പൊക്കേണ്ട ആൾ നീയല്ല, ഹേമമാലിനി നീയല്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് പരിപാടി നടക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് അടുത്ത പണി കൗണ്ടറിൽ തല്ലുണ്ടാക്കുകയാണ്, എൻ്റെ ടിക്കറ്റ് തരണം എന്ന് മനസ്സിലായി. അത്രേ എനിക്കുള്ളൂ. നിനക്ക് കർട്ടൻ പൊക്കാനും അധികാരമല്ല, ഡാൻസ് നടത്തുന്ന ആള് നീയുമല്ല. അപ്പൊ ബോധ്യപ്പെടുത്തുക, മനസ്സിലായില്ല എന്നത് നമുക്ക് കഴിയില്ല. ബോധ്യപ്പെടുക, അനുഭവിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെന്താണ് അനുഭവിക്കുക? അവിടെ വാതിലോർക്കണം. ആര്? അല്ലാഹു. അല്ലാഹു വാതിലോർക്കണേ, നമുക്കിത് മനസ്സിലാവില്ല. അല്ലാഹു വാതിൽ തുറന്നു കൊടുത്തവനാണ് ആ അന്നല്ലിനും താരിയും. അതിൽ ഈ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിക്കോളുന്നില്ല. അനക്ക് അയാളെ പേരിലും മക്ബറ ഉണ്ടാക്കിയിട്ട് മുണുങ്ങ, അല്ലാതെ അയാൾ ആ ആളായിക്കൊള്ളുന്നില്ല. മുണുങ്ങൾ ഇങ്ങനെയുള്ള കാലത്ത് കൂടും, മനസ്സിലായില്ല. ആ മക്ബറയിൽ കിടക്കുന്ന ആൾക്കാരെ യക്കീനുണ്ടായിക്കൊള്ളുന്നില്ല. മക്ബറയിൽ കിടക്കുന്ന ആൾ മോശം നീ പറഞ്ഞതിന് മായനല്ല. കാരണം പഴയ കാലത്ത് നടന്നിരുന്ന പോലെ അല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പം പുതിയ പുതിയ മനസ്സിലായ നാടൻ മൂല്യന്മാർക്ക് വരെ മക്ബറകൾ പൊന്തിക്കുകയാണ്, 10 ദിക്റിയല്ലേ എന്നതിൻ്റെ പേരിൽ. മനസ്സിലാണ്ടോ പറഞ്ഞു? ഇതൊക്കെ പുതിയ കാലം അങ്ങനെയാണ്. അവർക്കൊക്കെ ആരുണ്ടാവും? അവർക്കൊക്കെ പിന്നെ മനസ്സിലായില്ല, ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും, PR വർക്ക് ഉണ്ടാവും, ഫാൻസുകൾ ഉണ്ടാവും. ഒരു ഔലിയൻ്റെ ഫാൻസ് നല്ല അതിന് മുരീതന്മാരെന്നറിയും. ഇതൊരു ഫാൻസാണ്, അതാണ് ഫാൻസ്. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഈ ഔലിയാക്കന്മാരൊന്നും മോശമാക്കല്ല. വലിയ യക്കീനുള്ള ആളാണ്. ഈ വലിയ പറഞ്ഞ ആൾക്ക് യക്കീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സിലാണ്?
യക്കീനുള്ളടത്ത് കിട്ടിയാലും മതി. പക്ഷെ അവിടെ കിട്ടണം. അവിടെ ഇജ്ജ് പറഞ്ഞുകൊണ്ട് അവിടെ കിട്ടിക്കൊള്ളുന്നില്ല. ഒരാൾ ത്വരീഖത്തുകാരനായ അയാൾക്ക് സൽസ്വഭാവം ഉണ്ടാവും ഇല്ലേ? അവൻ ട്രെയിനിങ്ങിലാണ്, ചിലപ്പോൾ പിരിച്ചുവിടും, ചിലപ്പോൾ ഉള്ളു കയറ്റും. ഞാൻ കണ്ടെടുത്തോളം 99% ത്വരീഖത്തുകാരും ട്രെയിനിങ്ങിലായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യഥാർത്ഥ ത്വരീഖത്തുകാരനെ അപൂർവം കണ്ടിട്ടുള്ളൂ, അപൂർവം. നിങ്ങളെൻ്റെ കൂടെ അല്ല. ഉദാഹരണം ഞാൻ തിജാനി, ഇപ്പം ഞാൻ തിജാനി പറഞ്ഞാൽ അതിന് മായനെന്താ? ഞാൻ തിജാനിയാകാൻ കൊതിക്കുന്ന ഒരാളെന്നാണ്. തിജാനിയല്ല. തിജാനിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ ആയിരക്കണക്കായ ആളുകൾ ഞാൻ തിജാനിയാൻ പറഞ്ഞെടുക്കണവരെ കണ്ടിട്ടുണ്ട്. തിജാനിയാവാൻ ന്യായമില്ല. എന്തുകൊണ്ട്? ആ ത്വരീഖത്തിലേക്കാണ് കയറിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവമൊക്കെ മാറും, എല്ലാ രീതിയും മാറും. പിന്നെ ട്രെയിനിങ്ങിലാണ്, ചിലപ്പോൾ പിരിച്ചുവിടുകയും ചെയ്യാം. നമ്മളൊക്കെ പിരിച്ചുവിടാവുന്ന അവസ്ഥയിലാണ്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പം നിങ്ങൾ ഇതിനെ ത്വരീഖത്ത് വാങ്ങിയ നിങ്ങളുടെ ഒരു മഹാന്മാരുടെ കൽപ്പന പ്രകാരം ദിക്ർ വാങ്ങിയ ഇതിൻ്റെ നിന്നാണ്. ഞാൻ തന്നെ ട്രെയിനിങ്ങിലാണ്. പിന്നെ പറ്റി അങ്ങനെ ട്രെയിനിങ് കൊടുക്കും. പലതും പറയാം, ഞാൻ ഔറാദ് തെർബിയത്ത് വീട്ടിൽ, മറ്റേത് വീട്ടിൽ എന്നൊക്കെ പറയാം. ഭൂലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവമുള്ളതാണ് ഓനാണ് ഈ പറയുന്നത്. ഞാൻ വീട്ടിയിട്ടുണ്ട്. ലോക്കലിനില്ലാത്ത സ്വഭാവം, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ സ്വഭാവം പോലും ഇല്ലാത്ത നമുക്കാണ് എന്ത് പറയണത്, ഞാൻ ഇന്നാലിന്ന അവസ്ഥ വീട്ടിയിട്ടുണ്ട്. അതൊക്കെ പച്ച നുണയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. അതായത് ഇതൊന്നും എന്തല്ല, നമ്മൾ പറയാണ്. ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ പ്രേമിച്ചവനെ പോലെ എന്നിട്ട് കല്യാണത്തിനോടൊക്കെ എത്തിയോദിച്ചു പൗതി സമാധാനിക്കുന്നു. ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ ഒരാൾ പഴയ കാലത്തിൽ മണ്ണാർക്കാട്ടിൽ 14 നടക്കണ ഒരുത്തൻ പ്രേമിച്ചു. പെണ്ണിട്ടേണ്ട ചോദിച്ചു. അതൊക്കെ വലിയൊരുത്തനാണ് കിട്ടുന്നാർ. അപ്പോൾ മറ്റോ പറഞ്ഞു ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ പ്രേമിച്ച് നടക്കണം. അപ്പം മറ്റോ ചോദിച്ചെന്നാൽ പിന്നെ കല്യാണം എവിടെ എത്തിയ ചോദിച്ചു. പകുതി സമ്മതമായിക്കുന്നു, ബാക്കിയും കൂടി ആയാൽ മതിയാ. അപ്പോൾ വിചാരിച്ച് ഏകദേശം മുട്ടായി കൊടുക്കാൻ അയക്കണമെന്നാണ് കേട്ടോ മനസ്സിലാക്കി. പകുതി സമ്മതം എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്നത് 2 സമ്മതമാണല്ലോ വേണ്ടത്. ഒന്ന് ഓൻ്റെതും ഒന്ന് ഓളതും. പകുതി സമ്മതം എന്ന് പറഞ്ഞാൽ ഓനെ കേട്ടാ സമ്മതമാണ്. അത്രയും നടത്തുള്ളൂ. നമ്മളൊക്കെ പൗതി സമ്മതത്തിലാണ്. നമ്മൾ അത്രയും നടത്തുള്ളൂ. ഈ ത്വരീഖത്തുകാരനല്ല, ഹക്കീഖത്തുകാരനായാലും ഇത് പൗതി സമ്മതത്തിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ ഇതൊന്നും യഖീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുണ്ട്. യഖീൻ അഹ്മദ് തിജാനി തങ്ങൾ യഖീനുള്ള മഹാനാണ്, 100% ലോകം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവർ എന്നെ സ്വീകരിക്കണം. അവർക്ക് ഇത് കെട്ടിയാൽ പോരല്ലോ, ഇജാണ് കെട്ടിയാൽ അവർ സ്വീകരിക്കണ്ടേ. ഇത് മരക്കുറ്റിയല്ലല്ലോ. ഇജ് പോടാ പണിയൊക്കെ അന്യാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലോ കുടുങ്ങിയില്ലേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? യഥാർത്ഥ ഖാദിരി, യഥാർത്ഥ ചിശ്തി ഇതൊന്നും നമ്മൾ കാണില്ല. ആ പേര് പറഞ്ഞ് നടക്കണവരേ കാണുള്ളൂ. തിജാനിയൊക്കെ അടക്കം, ഞാനടക്കം ട്രെയിനിങ്ങിലാണ്. ഞാൻ തന്നെ ട്രെയിനിങ്ങിലാണ്. പുറത്തേക്കാടാ നിങ്ങൾ കുടുങ്ങി കൂടാണ്ട് എൻ്റെ കൂടെ. അല്ല യക്കീനുള്ള ഓരോരുത്തർക്ക് പോയിക്കോളി. എൻ്റെ എനിക്ക് യക്കീന് എൻ്റെ റബ്ബ് തരണം, എൻ്റെ റബ്ബ് തരണം. റബ്ബ് ഏകനാണ് ഉറപ്പല്ലേ? ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഉറപ്പില്ലെങ്കിലോ? അള്ളാഹു ഏകന നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഉറപ്പാണ്. അള്ളാഹു ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഉറപ്പാണ്. അത് എൻ്റെ അവസ്ഥൻ്റെ പരമാവധിയാണ്. അത് അവിടെ യക്കീനിൻ്റെ പോയിട്ട് അവിടെ ലന്നിക്കര കയറിയില്ലെങ്കിലോ? ഇപ്പം ഏതൊരു ലേഖനം എഴുതണോനും ആ ലേഖനം ഭൂലോകത്തെ ഏറ്റവും വലിയ ലേഖനമാണെന്ന് കണക്കാക്കുന്നുണ്ടല്ലോ. പക്ഷെ പത്രോഫീസ് വന്നാൽ ചവിട്ടി കയറിയും. എന്തുകൊണ്ട്? പത്രോഫീസ് ചെന്നാൽ അസിസ്റ്റന്റ് എഡിറ്റർ വരെ അത് ചവിട്ടേക്ക് ഇടും. അതായത് മര്യാദക്കുള്ള ഒരു ലേഖനത്തിൻ്റെ ഒരു 40% ക്വാളിറ്റി പോലും ഇതിന് ഇല്ലാത്തതുകൊണ്ട് ഒറിജിനൽ വലിയ എഡിറ്ററേക്ക് ഇത് കൊടുക്കാനല്ല. മനസ്സിലായില്ലേ? ട്രെയിനിങ്ങിന് കയറിയ തന്നെ ഇതെന്ത് ചെയ്യും? വെട്ടിയിട്ട് ചവിട്ടോട്ടൊക്കെ എറിയും. അപ്പോൾ അയച്ചോനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയച്ചോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലേഖനമാണ്. ഇഷി വിചാരിക്കുന്നത് ഏറ്റവും വലിയ തിജാനിയാണെന്നാണ്.
അതവിടെ സ്വീകരിക്കണം. നിങ്ങൾ ഇതിലൊന്നും വഞ്ചിതരാകേണ്ട ജനങ്ങളെ. അപ്പൊ ഈ നിങ്ങൾ മനസ്സിലാക്കണം, അവലംബിക്കുന്ന വ്യക്തി, ഈ അവലംബിക്കുന്ന വ്യക്തിയെ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ ഇജ് ആരാകണം? അപ്പൊ ഇജ് നേടി. അപ്പൊ അല്ലദീന അന്നംത അലൈഹിമിൽ ചേർന്നാലും നേടി. അല്ല, അപ്പൊ ഈ അന്നംത അലൈഹിമിലല്ല, പിന്നെ ഇത്തബഅത്തല്ലദീന അന്നംത അലൈഹിം. നിന്റെ കൂടെയാണോ ഉറങ്ങണോ? നിങ്ങൾ ഉറങ്ങാതെ ഉറങ്ങും. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുക. കുറച്ച് പണിയാണ് ചങ്ങായി ഇത്. അതായത് ഇവിടെ ഫാത്തിഹ സൂറത്ത് എന്നോട് എന്താ കൽപ്പിച്ചത്? ഇത്തബിഅ് മൻ അൻഅമല്ലാഹു അലൈഹി. അല്ലാഹു ആ വ്യക്തിയുടെ മേൽ നിഅമത്ത് ചെയ്തു, ആ വ്യക്തിയെ നീ അവലംബിക്കണം. അല്ലേ? ഇതാണല്ലോ ആര് പറഞ്ഞു? ഫാത്തിഹ പറഞ്ഞു. പറയും മനുഷ്യന്മാരെ, ഇതാ അതിന്. അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് ആ വ്യക്തി അള്ളാഹു നിഅമത്ത് ചെയ്തവനാവുക. രണ്ട്, ആ വ്യക്തിയെ അവലംബിച്ചവൻ എന്ന ലിസ്റ്റിൽ നീ കയറുക. ഇവിടെ രണ്ട് സ്ഥലത്ത് ഫോൾട്ട് വരാം. ഒന്ന്, നീ നിഅമത്ത് ചെയ്തവൻ എന്ന് കണക്കാക്കുന്ന വ്യക്തി ചിലപ്പോൾ നിഅമത്ത് ചെയ്യപ്പെട്ട വ്യക്തി ആയിക്കോളുന്നില്ല, അവിടെ പൊളിയും. ഞാൻ അതൊക്കെ ഏകദേശം ലോകം മുഴുവൻ, ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫായി, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി, അഹമ്മദ് തിജാനി, ഖാജ പാപ്പ, ഇവരൊക്കെ വലിയ വലിയ അള്ളാഹു ലോകം മുഴുവനും ദലാലത്തിന് വേണ്ടി യോജിക്കൂലല്ലോ. അവരൊക്കെ വലിയ മഹാന്മാരാണെന്ന് ലോകം അംഗീകരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് അള്ളാഹു നിഅമത്ത് ചെയ്ത യഖീനുള്ള ആളുകൾ തന്നെ. ഓക്കെ, പക്ഷേ ഫാത്തിഹ എന്നോട് പറഞ്ഞത് അവരെ അവലംബിക്കാനല്ലേ. ആ അവലംബിച്ച ലിസ്റ്റിൽ കയറിയില്ലെങ്കിലോ? അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യാം? പരമാവധി ആത്മാർത്ഥത പുലർത്തുക. അപ്പോൾ ആ ആത്മാർത്ഥത പുലർത്താൻ ഇനി നമുക്ക് കഴിയണില്ല. മനസ്സിലായില്ല? ഒന്ന് ഇപ്പൊ ഈ അവലംബിക്കപ്പെടാൻ ഈ പറയപ്പെട്ട മഹാന്മാർ ആര് തന്നെ? അള്ളാഹു നിഅമത്ത് എന്താ പറഞ്ഞത്? നിഅമത്ത് എന്താണ്? യഖീനടാ. അതാണടാ ഹിദായത്ത്, തന്നെയാണ് ഈമാന്. ഒക്കെ ഒന്നാണ്. ഒന്നാണത്. മുട്ടായി എന്ന് പറഞ്ഞാലും ചോക്ലേറ്റ് എന്ന് പറഞ്ഞാലും സാധനം ഒന്നാണോ? അല്ലേ? അല്ലാ പഠിച്ചോനെ റബ്ബേ, മുട്ടായി തന്നെയാണ്. മുട്ടായി എന്ന് പറഞ്ഞാണ് ചോക്ലേറ്റ് എന്ന് പറയും. ഒരു കൂട്ടരതിന് ചോക്ലേറ്റ് എന്ന് പറയും, ഒരു കൂട്ടരതിന് മുട്ടായി എന്ന് പറയും. സാധനം ഒന്നല്ലേ? അപ്പൊ ഇജ്ജ് ചോദിച്ചു അതല്ലേ ഉസ്താദെ വലിയത് ഈമാനല്ലേ? അതിനടാ യഖീന്, അതിനടാ ഹിദായത്ത് കിട്ടി, ഈമാൻ കിട്ടിയില്ല. അങ്ങനെ ഉണ്ടാവും? ചോക്ലേറ്റ് കിട്ടി പക്ഷെ മുട്ടായി കിട്ടിയില്ല, അങ്ങനെ ഉണ്ടാവും? പഠിച്ചോനെ, ചോക്ലേറ്റ് ചോക്ലേറ്റാ. എപ്പോഴാണോ ജി മുട്ടായി ചോക്ലേറ്റ് പിടിച്ചത്, അപ്പൊ ജി എന്ത് പിടിച്ചിട്ടുണ്ട്? മുട്ടായി പിടിച്ചിട്ടുണ്ട്. രണ്ടൊന്നാണ് അവിടെ. ചോക്ലേറ്റ് മുട്ടായിനെ പറ്റിയാണ് ഈ പറയുന്നേട്ടാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഈ എപ്പോഴാണോ നിനക്ക് യഖീൻ ഉണ്ടായത്, അപ്പോഴാണ് നിനക്ക് എന്തുള്ളത്? ഈമാനുള്ളത്. എനിക്ക് യഖീനുണ്ടോ? യഖീൻ എനക്കുണ്ടായ പോരല്ലോ, അവിടെ യഖീൻ എന്ന പരിധിയിലെത്തണ്ടേ. ഇത് മനസ്സിലായില്ല. മനസ്സിലാണ് പറയുക. ചില ഉദാഹരണം പറയാ ഈ പിന്നെ എന്താ പറയാ, നമ്മളെ ഇതുണ്ടല്ലോ ഇപ്പൊ പുതിയ ഒരു കട്ട, എന്താ നമ്മളെ പിന്നെ അല്ലടാ, നമ്മളെ മറ്റേ പിന്നെ ഇന്റർലോക്ക് അല്ലാത്ത മറ്റേ ഓളോ ബ്രിക്സ്. ചില ഓളോ ബ്രിക്സിന്റെ പരസ്യത്തിൽ എന്തുണ്ട്? ആന കുത്തിയിട്ട് ആന പേടിച്ച് നിൽക്കണ പോട്ടുണ്ട്. പോട്ടത്ത് പറ്റും, ആന കുത്താൻ വന്ന കഴിഞ്ഞ് തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? ഓളോ ബ്രിക്സിന്റെ പരസ്യത്തിലാണ് എന്ത് കാണുന്നത്? ഇപ്പൊ ഓളോ ബ്രിക്സിന്റെ പരസ്യം എന്താ മനസ്സിലായി? തകർക്കാൻ കഴിയാത്ത വിശ്വാസം. ആയിക്കോട്ടെ, അതിലെന്താണ്? ഒരു ഓളോ ബ്രിക്സിന്റെ മതിലായി കെട്ടിയത്, ചുമരായി കെട്ടിയത്,
ഉണ്ട്, ഇപ്പുറത്ത് ആര് വരുന്നുണ്ട്, കൊമ്പനാന ഇങ്ങനെ കുത്തുന്ന ഫോട്ടോ ഉണ്ട്. ഇത് പോട്ടാണ്. കൊമ്പനാന വന്നാലറിയും ഓളോബക്സ് എത്രയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അപ്പൊ അത്രയും യക്കീനിലാണ് എന്ത് ഓളോബക്സ്. ഇവന്റെ വാദപ്രകാരം അത്രയും വലിയ യക്കീനിലാണ് ഈ ഓളോബക്സ് ഉള്ളത്. ഇത് പോട്ടാണ്. ചങ്ങായി ആന കുത്താൻ വന്നാലോ, ആന കൊമ്പോണിങ്ങനെ ആട്ടിയ എന്ത് ഓളോബക്സ്. പോട്ട എന്ത് പറ്റുമല്ലോ, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. എന്താണ് പോട്ടം കൊടുത്തത്? ആന ചുമരിന് കുത്തുന്നത്. എന്നിട്ട് ചുമരിനൊന്നും പറ്റിയില്ല, ആനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഇജ്ജ പറയുന്ന വർത്താനത്ത് എന്ത്, ഞാൻ യഖീനിലാണ്, തകർക്കാൻ പറ്റാത്ത വിശ്വാസം, ഞാൻ മുഅ്മിനാണ്, യഖീനാണ്. അത് ആന വരണം. നിരീശ്വരവാദി ചോദ്യം ചോദിച്ചാൽ എൻ്റെ കാറ്റാണ് വയ്ക്കും. ഞാൻ പണ്ട് പറഞ്ഞേക്കണ്, നിരീശ്വരവാദികൾ വാദപ്രവർത്തനം ഔലിയാക്കളല്ലാതെ പോകരുത്. മുമ്പ് പോയവരൊക്കെ ഔലിയാക്കളാണ്. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞതുകൊണ്ട് ജയിച്ചു എന്ന് കണക്കാക്കണ്ട. മറുപടി പറയണ്ട എന്നല്ല പറഞ്ഞർത്ഥം. അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം. അള്ളാനെ ബോധ്യപ്പെടുത്തിയ ജനങ്ങൾക്കൊക്കെ മൊയ്സത്തുണ്ടായിരുന്നു. പിന്നീട് ബോധ്യപ്പെടുത്തിയവർക്ക് കറാമത്തുണ്ടായിരുന്നു. നമുക്ക് കൂലിയുള്ളത്, അവരെ കൂലി റബ്ബിൻ്റെ അടുത്താണ്. നമ്മളെ കൂലി വാദപ്രയോഗം കഴിഞ്ഞ് വരുമ്പോഴുള്ള തടിച്ച കവറാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഇന്നിപ്പോൾ വാദപ്രവാദം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചില രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളെ ഫുട്ബോൾ പ്ലെയർമാർക്ക് സ്വർണത്തിൻ്റെ പാതുകം കൊടുക്കും. ഇന്ന ടീമിനോട് ജയിച്ചാൽ. കാരണം ഇഷ്ടംപോലെ ഒരു സ്വർണ്ണമുണ്ട്. അങ്ങനെ കൊടുത്ത സംഭവമുണ്ട്. ഇത് ഉണ്ടായിട്ടില്ലേ? കാരണം വേൾഡ് കപ്പിൽ കളിച്ചിട്ട് സ്വർണ്ണ പാതുകം കൊടുത്തിട്ടുണ്ട്. ഇനി തോറ്റാലും ഒരു ശമ്പളം കിട്ടും, പൈസ കിട്ടും. ഇതന്നെ വാദപ്രവാദം. തോറ്റാലും ഒരു കവർ കിട്ടും, ജയിച്ചാൽ വലിയ കവറും കിട്ടും. മറ്റത് ഇനി അജിരിയ ഇല്ല. അല്ലാ, എൻ്റെ കൂലി ആരെടുത്താണ്? അള്ളാൻ്റെ അടുത്താന്ന് പറഞ്ഞ ഔലിയാക്കന്മാർക്ക് ആ മത്സരത്തിണ്ടായത്. അങ്ങനെ ബോധ്യപ്പെടുത്തിയ നിങ്ങൾക്ക് ആ കറാമത്തുണ്ടായത്. ഓൽക്ക് കവറിൻ്റെ ആവശ്യമില്ല. ഓൽക്ക് ആര് കൊടുക്കും? ഒരു ഉറുപ്പിക കയ്യിലില്ലാതെ ഇന്ത്യയിലേക്ക് വന്ന മനുഷ്യൻ ആയിരങ്ങൾ പതിനായിരങ്ങളൊക്കെ ഊട്ടി. ആ ഊട്ടിയപ്പോൾ ആ മനുഷ്യന് ഹാജ ഗരീബ് നവാസ്, പാവപ്പെട്ടവരെ സുൽത്താൻ എന്ന് പേരിട്ടി. ആര് ചെന്നാലും ഭക്ഷണം കിട്ടും, ആര് ചെന്നാലും എന്ത് കിട്ടും. അത് എവിടുന്ന് കിട്ടുന്നത്? അത് അള്ളാഹ് കൊടുക്കണം മനുഷ്യന്. ആ മനുഷ്യന് ബാങ്ക് ബാലൻസിന് ആവശ്യം ഇല്ല. അത് യഖീനാണ്. അതാണ് ഹാജ. ഹാജൻ്റെ ആണ്ടായിരുന്നു മിഞ്ഞാന്നല്ലേ ഹാജി ബാബാൻ്റെ ആണ്ട് മിഞ്ഞാന്നായിരുന്നല്ലോ. മിഞ്ഞാന്നല്ലേ ഹാജൻ്റെ ആണ്ട്? മിഞ്ഞാന്ന്. അവരെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങൾ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അസ്ഹാബ് ബദരീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. മാനായ ഖാജാൻ്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ഖാജാന് ദറജയേറ്റി കൊടുക്കണമേ റബ്ബേ. അവർക്ക് വലിയ സന്തോഷവും നേട്ടവും അവർക്ക് പരലോകത്തും നൽകണമേ റബ്ബേ. ഉന്നതമായ ശ്രേണിയിലേക്ക് അവർ ഉയർത്തി കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. അപ്പം നിങ്ങൾ ചിന്തിക്കും, മനസ്സിലാണ്ട് പറഞ്ഞത്. ഹാജ യഖീനിലാണ്. അപ്പം യഖീനിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നാളെ എന്തായിരിക്കുക പേടില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാൻ്റെ റസൂല് 2 മാസം പട്ടിണി നടന്നു പറഞ്ഞാൽ ഗോതമ്പിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ കിട്ടും. ഏതൊക്കെ പെരീക്ക് ആളെ പറഞ്ഞയച്ചിട്ടുണ്ടാകുമോ, എന്നിട്ട് അരി കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നബിക്ക് വേണ്ട. അപ്പോൾ വീട്ടിൽ അരിയില്ല, വീട്ടിൽ ഗോതമ്പുമില്ല. എവിടെയും പറഞ്ഞയച്ചിട്ട് 1 മണി ഗോതമ്പ് കിട്ടാതെ പട്ടിണി നടന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ്. റസൂലുള്ളാഹിക്കത് വേണ്ട. അതാണ് യഖീൻ. ആ ആൾക്ക് എന്ത് കിട്ടും ചെയ്യും.
സ്വർണത്തിന് മലയാക്കി, സ്വർണം മുഴുവനും ഈ പർവ്വതങ്ങളെ മുഴുവനും സ്വർണ്ണാക്കി തരാൻ വേണ്ടി അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ മാലി വലി ദുനിയ ക്രാക്കിബിൻ, അന ക്രാക്കിബിൻ, ഞാനൊരു യാത്രക്കാരനല്ലേ. റാഹ തഹ്ത ഷജറത്തിൻ സുമ്മ തറക്കഹ, ഒരു മരത്തിൻ്റെ ഓട്ടിൽ വിശ്രമിച്ച ആ മരത്തിനെയും വിട്ടുപോയ ഒരു യാത്രക്കാരൻ എന്തിനാണ് ജിബ്രീലെ സ്വർണത്തിൻ്റെ മാല എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ സ്വർണത്തിൻ്റെ മാല നബിക്ക് അവിടെ എന്തില്ല, അന്ന് പേരിൽ പട്ടിണിയാണ്. അപ്പോൾ നബി നമ്മളും പട്ടിണി ഒരുപോലെയല്ല. നബിക്ക് അക്കീൻ്റെ അവസാനമാണ്. അപ്പം നബിക്ക് ഈ ലോകത്ത് എന്തും വഴിപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ദുനിയാവിൽ ഏത് ഗോതമ്പ് ഉണ്ടെങ്കിൽ ആ ഗോതമ്പ് നബിയുടെ വീട്ടിൽ വന്ന് പിന്നെ റൊട്ടിയാക്കാൻ തയ്യാറാണ്. പക്ഷെ നബിക്കത് വേണ്ട. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അമ്പിയാക്കന്മാർ, അവർക്ക് വേണ്ട. ഔലിയാക്കന്മാർ, അവർക്ക് വേണ്ട. വേണമെങ്കിൽ കിട്ടും. എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ യഖീന്. യഖീനുള്ള ആൾക്ക് വഴിപ്പെടാത്തൊരു സാധനം ലോകത്തില്ല. ഞാൻ മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നെ യഖീനെ പിൻപറ്റണം.